ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു ഡോർ ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ കാര്യം അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്ക്, പുതിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്നത്, ഫുൾ ടോട്ടലി നോ കോണ്ടാക്റ്റായി, റിലേഷൻഷിപ്പ് വേണ്ട, എനിക്കിത് തിരിച്ചു വന്നാലും വേണ്ട, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അതല്ല, തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നന്നായി പോകണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മാത്രം ഇത് കാണുന്നതാണ് നല്ലത്. സോ നിങ്ങൾ ടോട്ടലി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു, ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ടും പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരുന്നോ ഇല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ളവർ കാണേണ്ട ഒരു ആവശ്യമില്ല. സോ ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് വരണം. അതുപോലെ തന്നെ ഒരു നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന, അട്രാക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇടുന്നത്. എനിക്ക് അങ്ങനെയാണ് കാർഡ്സ് കിട്ടിയത്. ഓക്കെ, സോ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പേഴ്സൺ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഓപ്പോസിറ്റ് നിന്ന് നിങ്ങൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. ഓക്കെ, സോ അതൊന്നും അറിയാതെ ഭയങ്കര കൺഫ്യൂഷനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓൾമോസ്റ്റ് മുഖ്യ ആൾക്കാരും, ഇതിൽ ഞാൻ കാണുന്ന കുറേ ആൾക്കാരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മിററിങ് എഫക്റ്റ്, അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ അത് തന്നെയാണ് അവരും എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഓടിക്കൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്താണോ അത് തന്നെയാണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ വേണ്ടത് അവരുടെ നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് വേണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് നല്ലൊരു ഫാമിലി ലൈഫ്, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്നേഹിക്കുന്നതിനെ, ആ ഒരു സ്നേഹം കൊണ്ടുപോകുന്നതിനേക്കാളും അതൊരു ഫാമിലി ആയിട്ട് ഒന്ന് കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. കാരണം കുറേ പേർക്ക് ഇനിയിപ്പം സ്നേഹം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഡയറക്റ്റ് മാരേജിലോട്ട് പോകാനായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് അതൊരു മാരേജിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് എന്നിട്ടും അറിയത്തില്ല, ഒരു വ്യക്തതയില്ല. ഇനി ആ പേഴ്സൺ എന്നെ ടോട്ടലി വിട്ടിട്ട് പോയതാണോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ, എൻ്റെ വ്യക്തി എന്നെ വേണ്ടെന്ന് വെച്ചതാണോ, ഇനി അവൻ്റെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണ് എന്നറിയാണ്ട് നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് എന്ന് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിക്കുക, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ നീതി ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്, എന്താണ് മുന്നോട്ട്. കുറച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റി ആ ഒരു പേഴ്സണിൽ നിന്നല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് മുന്നോട്ട് പോകുമ്പോൾ. ഇൻറ്റ്യൂട്ടീവ്ലി നല്ല കുറച്ചൊക്കെ എവിഡൻസ് അല്ലെങ്കിൽ സംതിങ് നിങ്ങൾക്ക് അറിയും, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യും, എന്തായിരുന്നു ശരി, എന്താണ് തെറ്റ്. ഞാൻ മോശമായിട്ടുള്ളത് ഇതിൽ പറയുകയല്ല, അതിൻ്റെ നല്ല വശങ്ങളായിക്കോട്ടെ. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയൊക്കെയായിരുന്നു തെറ്റ് തിരുത്തേണ്ടിയിരുന്നത്, എന്തെങ്കിലും ചെറിയൊരു പാളിച്ചകൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയായിരുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് തെറ്റ് തിരുത്തേണ്ടിയിരുന്നത്, ഞാൻ ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ തന്നെ ഞാൻ എന്തൊക്കെ ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ കുറച്ച് പേർക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെപ്പറ്റി പറഞ്ഞില്ലായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ, നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്ക് റിയലൈസേഷൻ ഉണ്ട്, കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് സാധിക്കും. ഇനി ആ വ്യക്തി ലൈഫിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾ ഏതുവഴി നിങ്ങൾ യോജിച്ചാൽ പോലും ഒന്നിച്ച് വരുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ. ഈ സെയിം കാര്യം തന്നെയാണ് അവരുടെ മനസ്സിലും ഇപ്പോൾ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മിററിങ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും ഒരു സ്നേഹം അതിൽ കൊണ്ടുപോകുന്നതിനേക്കാളും ഒരു മാരേജ് എന്ന രീതിയിൽ പറഞ്ഞ് വാക്കാലെങ്കിലും വയ്ക്കണം എന്നുള്ള ഒരു ഇതിൽ അവർ നിങ്ങളെക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ. ഓക്കെ, ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോൾ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകും. അതെല്ലാം ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ് നല്ല രീതിയിൽ നിർത്തുക.
ഓക്കെ. അങ്ങനെയുള്ള എനർജി കൂടുതലായിട്ട് അവരിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കും ചിലവർക്കുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുക, ഒരു ഉറച്ച തീരുമാനം എന്തെങ്കിലും എടുക്കണം. നല്ലതാണെങ്കിൽ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ വേണ്ട, ഇനിയും വിഷമിച്ച് കരഞ്ഞ് ഒരുമാതിരി ട്രോമയായിട്ട്. കാരണം ഇനി അവർക്ക് ലൈഫ് ബാക്കിയുണ്ട്, നിങ്ങൾക്ക് ലൈഫ് ബാക്കിയുണ്ട്. സോ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം വരാത്ത രീതിയിൽ നല്ലതാണെങ്കിൽ നല്ലതായിട്ട് പോവുക, അതല്ലെങ്കിൽ പറഞ്ഞു നിർത്തുക എന്നുള്ളൊരിതുണ്ട്. സോ അവരെ സംബന്ധിച്ച് അവർക്കിപ്പം അവരുടെ ലൈഫിൽ വേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാൻ സാധിച്ചിട്ടില്ല. ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് അവർക്ക് മറക്കാൻ സാധിക്കുകയുമില്ല. ഓക്കെ. അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ്, എല്ലാ കാര്യവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിന് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റിയൊരു അവസ്ഥയിലുമല്ല അവർ നിൽക്കുന്നത്. അവർക്ക് കുറച്ച് സ്പേസ്, അവർ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പറയാതെ പറയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ച് സ്പേസ് വേണം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ അവർ ഈ സ്പേസൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടോട്ടലി ഒന്ന് വാല്യുവേറ്റ് ചെയ്യുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിച്ച് അവരുടെ മനസ്സിൽ അവരായിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരത്തുള്ളൂ. അവരെടുത്തടിച്ചൊരു ചെറിയ കാര്യം അല്ലെങ്കിൽ ചെറിയ പിണക്കം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കത്തില്ല. കാരണം ആ ഒരു പേഴ്സൺസ് അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞില്ല, അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ. നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നുണ്ട് കുറേ കാര്യങ്ങൾ, പക്ഷെ അവർ ഓൾറെഡി റിയലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിലിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയില്ല, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് അവരുടെ ചിന്തയും. ചിന്തകളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ക മിററിങ് എഫക്റ്റ് ആണെങ്കിൽ പോലും എനർജി വൈസ് നോക്കുമ്പോൾ അവർ കുറച്ചും കൂടെ ഉയർന്ന ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മെച്യൂരിറ്റി വന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവരതിൻ്റെ ഹൈപ്പിലെത്തിയിട്ടുണ്ട്. ഓക്കെ. അവർ ചില കാര്യങ്ങൾ ലൈഫിൽ എന്താണ് റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു ലൈഫ് മുന്നോട്ട്, ഒരു ഫാമിലി ലൈഫ് അതിൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അവർ ആ സ്റ്റേജ് കഴിഞ്ഞു, പഠിച്ച് എന്താണ് മനസ്സിലാക്കി എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത്. സോ അവരിപ്പോൾ ലൈഫിനൊരു കുട്ടിക്കളിയായിട്ടല്ല, നേരെ മറിച്ച് ഒരു മാരേജ് ലൈഫിലാണ് വരുന്നതെങ്കിൽ പോലും അതിനെ റിയാലിറ്റിയോടെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആര് തന്നെ ആയാലും. ഓക്കെ. സോ അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ വേണ്ടത് കുറച്ച് സ്പേസ് ആണ്. നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നതും ആ ഒരു സ്പേസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതെൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ലഭിക്കുമോ. ഓക്കെ. ഇതെല്ലാം അവർ ചിന്തിക്കുന്ന സമയത്തും എന്തെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യം ചിന്തിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു മാരേജ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. എന്തെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആ ഒരു സ്ഥാനം വേറെ ആർക്കും അവർ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത് ശരിയാണോ, അവർ ടോട്ടലി എല്ലാം വാല്യുവേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊരു പേഴ്സണിനെ കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവളാണോ ഇവനാണോ ശരി എന്നുള്ളൊരു എനർജി ഒന്നും ഞാൻ അവിടെ കാണുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓൾമോസ്റ്റ് അറ്റ് ലാസ്റ്റ് എന്ത് വരുമ്പോഴും നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഒരു ലൈഫ് ലോങ് ജീവിതം നിങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമുക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അതിവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നല്ല, ഒന്നിൽ കൂടുതൽ കാർഡ്സിൽ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഇതിന് വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാനും, അവരുടെ ലൈഫ് വരെ ത്യജിക്കാനും ഇതിനു വേണ്ടി കഷ്ടപ്പെടാനും, മീൻസ് കഷ്ടപ്പെടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരുന്ന ഒരു ഫാമിലി ലൈഫ് പോലെ എത്തുകയാണെങ്കിൽ ആ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനും ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ, അത് അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അവർ അതിന് അത്രത്തോളം എഫേർട്ട് ഇടാനും, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം അവർക്ക് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പറഞ്ഞാൽ, അങ്ങനെ ഒരു സ്റ്റേജ് വന്നാൽ എത്രയൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇത് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിയായ ആഗ്രഹമുണ്ട്. അവരതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് നിങ്ങളെക്കാളും ഒരു 100 ഇരട്ടി എഫേർട്ട് അവർ തന്നെ ഇടും എന്ന് കാണുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലക്കി ചാം, ലക്കി പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് വന്നിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക, പഠിക്കുക, പിന്നെ ഇത് കുട്ടികളെയൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹിച്ചിരുന്ന ഒരു സമയം കഴിഞ്ഞിട്ട് അത് മാരേജിലേക്ക് കൊണ്ടെത്തുക, അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന മാരേജാണ്, നല്ലതായിട്ട് കൊണ്ടുപോകുന്ന അവരിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ആരൊക്കെ എതിർത്താലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് സ്വന്തമാക്കാൻ നോക്കുക. സോ അതൊക്കെ എന്ന് പറയുന്നത് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡൊക്കെ വളരെ നല്ല കാർഡാണ്. ഓക്കെ. ഇന്ന് കാണുന്ന ആൾക്കാർക്ക് ഏതൊക്കെ സിറ്റുവേഷനിലുള്ള ആൾക്കാർ, അതാണ് ഞാൻ ഫസ്റ്റ് റീഡിങ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കാണുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ, അവരുടെ ലൈഫ് എങ്ങനെയായി പോകും എന്ന് നോക്കുന്നവർക്കാണെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെയുള്ളവർക്കുള്ള ഒരു റീഡിംഗ് ആയിട്ട്
കാണുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് സ്പേസ് കൊടുക്കുക. ഓക്കെ, അവർ കാര്യങ്ങളൊക്കെ പഠിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്ര താമസിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു എനർജി വൈസിൽ നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് പോകുന്നത് വളരെ തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം അവർക്ക് സ്പേസ് ആണ് വേണ്ടത്. സോ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വിളിക്കുന്നില്ലല്ലോ, നിനക്ക് ഞാൻ ശല്യമാണോ എന്നുള്ള രീതിയിൽ അവരോട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കത് കൂടുതൽ ഡിസ്റ്റർബ് ആവുകയും പിന്നെയും നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു അകൽച്ച കൂടുകയും പിന്നെ അവിടെ ഒരു കാലതാമസമാണ് ഞാൻ കാണുന്നത്. സോ അവർക്കിപ്പം നിങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ അവരുടെ മനസ്സിൽ വളരെയധികം കൂടുതലാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെന്ന് പറയുന്ന ഒരാളുടെ വാല്യൂ ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നൊരു കാര്യം, എക്സാക്ട്ലി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ അല്ലെങ്കിൽ അവൻ എനിക്ക് ആ സ്പേസ് തരുന്നുണ്ട്. സോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്പേസ് തരാനാണെങ്കിൽ പോലും നല്ല ഡിസിഷൻസ് എടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ള ചിന്താഗതി അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ അതിന് അങ്ങോട്ട് പോയി സംസാരിക്കുക, പിന്നെ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സൻ്റെ വരവാണെങ്കിൽ പോലും കാലതാമസം കാണിക്കും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരെന്താണ് നിലവിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജാണ് കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഇതാണ്. ഇനി അടുത്ത നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഓക്കെ, എന്താണ് ഒരു കാർഡ് താഴെ പോയെ? ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. കറക്റ്റ് കാർഡ് തന്നെയാണ്. നമ്മൾ ആ ഒരു പേഴ്സൺ വരുന്ന സമയത്ത്, ആ ഒരു പേഴ്സൺ എപ്പോഴാണ് വരുന്നത്, നിങ്ങളിപ്പോൾ ചാടിക്കയറി പോകരുത്, അത് വളരെ തെറ്റാണ്. വരുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ലൈഫിനെ വളരെ മെച്ചുവേർഡായിട്ടും റിയലൈസ് ചെയ്ത് സംസാരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2 കാർഡും കൂടെ നോക്കാം. ഓക്കെ, ഒരു കാർഡും കൂടെ. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങളായിട്ട് അവിടെ ഒരു തടസ്സം വരാതിരിക്കുകയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങൾക്കുള്ളതാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. എടുത്ത് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളായിട്ട് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യരുത്, എടുത്ത് ചാടരുത് എന്നുള്ളൊരു കാര്യവും ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു.